നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ മേഖലയ്ക്ക് പ്രതീക്ഷ. ഹെക്ടറിന് 75,000 രൂപ പുനർനടിയിൽ സഹായം. റബ്ബർ കർഷകർക്ക് സമാശ്വാസ പദ്ധതിയുമായി കൃഷി വകുപ്പ്. ലോകബാങ്കിൻ്റെ സഹായത്തോടെ നടപ്പാക്കുന്ന കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണം പദ്ധതിയിലൂടെ പുനർനടിയിൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള സഹായധനം ലഭ്യമാക്കുന്നതാണ് പദ്ധതി. ഇതിലേക്ക് റബ്ബർ കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റി കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കാനും ഉയർന്ന ഉൽപാദനക്ഷമത കൈവരിക്കാനും കഴിയുന്ന പുതിയ ഇനങ്ങളാണ് കേര പദ്ധതിയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 30,000 ഹെക്ടർ വരെയായിരിക്കും ഇത്തരത്തിലുള്ള പുതുനടിയിലിൻ്റെ ലക്ഷ്യം. ഇതിലൂടെ ഏകദേശം 50,000 റബ്ബർ കർഷകർക്ക് നേരിട്ട് സാമ്പത്തിക സഹായം ലഭ്യമാക്കും. 25 സെൻറ്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറുകിട കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ആദ്യ വർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും എന്ന രീതിയിൽ ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടിയിലിന് സഹായധനം ലഭ്യമാകും. അത്യുൽപാദന റബ്ബർ തൈകൾ ലഭ്യമാക്കും. സഹായധനത്തോടൊപ്പം കേര പദ്ധതിയുടെ ഭാഗമായുള്ള ശാസ്ത്രീയ കൃഷി മുറകളും പ്രകൃതി സൗഹൃദ കാലാവസ്ഥ അതിജീവന രീതികളും കർഷകർക്ക് കൈമാറും. മികച്ച ഇനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ദീർഘകാലത്തേക്ക് ഉൽപാദനം ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യും. കാലാവസ്ഥ പ്രതിരോധ ശേഷിയുള്ള അത്യുൽപാദന റബ്ബർ തൈകൾ കർഷകർക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിന് 30 അംഗീകൃത നഴ്സറികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും സ്കീമിൽ പിന്തുണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെയും സബ്സിഡിയും അനുവദിക്കും. യോഗ്യരായ കർഷകർക്ക് സഹായം. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത കർഷകരെ റബ്ബർ ബോർഡിൻ്റെ സഹകരണത്തോടെ കേര സംഘടിപ്പിക്കുന്ന പരിശീലന പരിപാടിയിലേക്ക് ക്ഷണിക്കും. യോഗ്യരായ കർഷകർക്ക് സഹായം ലഭ്യമാക്കുന്നതും പുനർനടിയിൽ ശരിയായി നടപ്പാക്കുന്നതും ഉറപ്പാക്കാൻ കേരയുടെ ഫീൽഡ് ഓഫീസർമാർ നേരിട്ട് വഴികാട്ടും. അപേക്ഷിക്കുമ്പോൾ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിൻ്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിൻ്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപ്പോൾ ആദ്യ റബ്ബർ മുറിച്ച് രണ്ടാമത് റബ്ബർ തൈ വെക്കുന്നവർക്ക് ഇപ്പോൾ പെട്ടെന്ന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.